സിഹി, നിന്റെ ഈ ഫ്രോക്ക് നല്ല ഭംഗിയുണ്ടല്ലോ. അല്ല മേമ, ഇത് കണ്ട നമുക്ക് ഒരു തവണ ഒന്ന് ഇട്ട് നോക്കാൻ തോന്നില്ല. അതെ അതെ, പോയിട്ടിട്ട് വന്നാലോ. നിങ്ങൾ ഇങ്ങനെയാ പറയാന്ന് ഞാൻ സീതമ്മയോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആണോ? എന്നാ ഇത് തന്നെ ഞാനൊന്ന് പോയി ട്രൈ ചെയ്യട്ടെ. ഇല്ല പ്രീ, ഇത് നിങ്ങൾക്ക് വളരെ വലുതാവും. കറക്റ്റ് ആയിട്ട് പറഞ്ഞു യുവർ ഓണർ. നല്ല വലിപ്പമായിരിക്കും. അത് ശരി, ബർത്ത്ഡേ ആരെയാ? സീതമ്മയുടെയോ നിന്റെയോ? സീതമ്മയുടെ ബർത്ത്ഡേക്ക് നീ എന്തിനാ ഡ്രസ് എടുത്തേ? സീതമ്മയുടെ ബർത്ത്ഡേക്ക് ഞാൻ സുന്ദരി ആവണ്ടേ? Going to be noted, Your Honor. ഓർഡർ ഓർഡർ. ചെല്ലു മോളെ, നീ പോയി ഇതൊന്ന് ഇട്ടുകൊണ്ട് വാ. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. പോയിട്ടിട്ട് വാ. ഇല്ല, ഞാൻ സീതമ്മയുടെ ബർത്ത്ഡേന്റെ അന്ന് മാത്രമേ ഇത് ധരിക്കൂ. ഞാൻ അനിക്ക് കാണിച്ചു കൊടുത്തിട്ട് വരാം. സൂക്ഷിച്ച്. അനി 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 അനി. ആ സിഹി, എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ടോ? സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ക്രിക്കറ്റ് അങ്കിൾ എവിടെ? അവർക്കും കാണിച്ചു കൊടുക്കട്ടെ. അഡാപ്റ്റ് ചെയ്യുന്ന കാര്യം നടക്കരുതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? അവരതിനുള്ള എല്ലാ അറേഞ്ച്മെന്റും ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോ ലോയറുടെ ഓഫീസിൽ പോയിട്ട് സൈൻ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ല, ഈ ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ ഞാൻ ലിറ്റിൽ ചാം. ഹായ് ക്രിക്കറ്റ് അങ്കിൾ. ഹായ് ഹായ് ഹായ്. എന്റെ ഫ്രോക്ക് എങ്ങനെയുണ്ട്? എന്റെ ഫ്രോക്ക് എങ്ങനെയുണ്ട്? ഫ്രോക്ക് സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു അങ്കിൾ. അല്ല ലിറ്റിൽ ചാം, നീ എപ്പോഴാ ഇങ്ങോട്ട് വന്നത്? വന്നാൽ എന്നെ ഒന്ന് വിളിച്ചുകൂടെ? അതോ, നിങ്ങൾ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുവല്ലേ, അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് കരുതിയാ വിളിക്കാതിരുന്നേ. അങ്ങനെയാണോ? നീ വളരെ നല്ല കുട്ടിയാണ് ലിറ്റിൽ ചാം. ഇത്രയ്ക്ക് നല്ലവളാണെന്നത് അത്ര നല്ലതല്ല. കുറച്ച് കുറയ്ക്കാം കേട്ടോ. അല്ല ലിറ്റിൽ ചാം, അല്ല, നിന്റെ ഫ്രോക്ക് കണ്ട സന്തോഷത്തില് ഫോണിൽ ഞാൻ എന്താ പറഞ്ഞെന്നുള്ള കാര്യം പോലും ഞാൻ മറന്നുപോയി. നീ കേട്ടിരുന്നില്ലേ? പറ, ഞാൻ ഫോണിൽ എന്താ സംസാരിച്ചിരുന്നെന്നൊന്ന് പറയാവോ? സിഹി, സീതമ്മ എന്നെ വിളിക്കുന്നുണ്ട്, എനിക്ക് പോണം. ലിറ്റിൽ ചാം, പറഞ്ഞിട്ട് പോ. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ലിറ്റിൽ ചാം. സീതമ്മ. അല്ല, ഞാൻ ഫോണിൽ സംസാരിച്ച കാര്യം ഇവിടെ കേട്ട് കാണുമോ? ഓ, ഇതിനിപ്പോ എങ്ങനെ കണ്ടുപിടിക്കുക? ലിറ്റിൽ ചാം. സിഹി, എത്ര തവണ വിളിക്കണം? വേഗം വന്നൂടെ നിനക്ക്? ഞാൻ പറഞ്ഞല്ലേ രാവിലെ വക്കീൽ ഓഫീസിൽ പോണം, നേരത്തെ എഴുന്നേക്കണമെന്നൊക്കെ. സീതമ്മ, ലോയർ ഓഫീസിലേക്ക് പോയി സൈൻ ചെയ്തിട്ട് വരണം. എല്ലാം അറിയാല്ലേ? ക്രിക്കറ്റ് അങ്കിളും ഇതാ പറഞ്ഞത്. വിശ്വചെറിയച്ചനോ? ക്രിക്കറ്റ് അങ്കിൾ ലോയർ ഓഫീസിൽ പോയി സൈൻ ചെയ്യാൻ മാത്രമാ ബാക്കി. ഇതിന്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇതൊക്കെ ആരോടാ മോളെ പറഞ്ഞത്? അറിയില്ല സീതമ്മ, ഫോണിൽ ആരോടോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ സിഹിയെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്ലാൻ ആയിരിക്കും ഇത്? ഞങ്ങൾ ലോയർ ഓഫീസിൽ പോയി സൈൻ ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും സംഭവിക്കോ? സത്യച്ചെറിയച്ചൻ പറഞ്ഞ കാര്യം റാം വിശ്വസിക്കുന്നില്ല. പക്ഷെ അവർ പറഞ്ഞത് സത്യമാ. ഞങ്ങൾക്കിവിടെ അപകടമാണ്. നാളെ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് തോന്നുന്നുണ്ട്. രാമ, എന്തെങ്കിലും സംഭവിക്കാൻ നോക്കണേ. എന്തു പറ്റി സീതമ്മ? നോക്ക് സിഹി, നീ എപ്പോഴും എന്റെ കൺമുന്നിൽ തന്നെ വേണം. ദൂരെ എങ്ങോട്ടും പോവാൻ പാടില്ല, മനസ്സിലായോ? അതെന്താ സീതമ്മ? എന്താ എന്തിനാന്നൊന്നും ചോദിക്കണ്ട. എപ്പോഴും സീതമ്മയുടെ കൂടെ തന്നെ വേണം, മനസ്സിലായോ? ഓക്കെ? എടാ, എന്തു പറ്റി? എന്താ നീ വല്ലാതിരിക്കുന്നത്? എടാ, ഈ ഇടയായിട്ട് സീത ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ പേടിക്കുകയാണ്. ലൈക്ക് ജനൽ വഴി ഏതോ ഷാഡോ പാസ് ചെയ്തതിന് ആരോ ഞങ്ങളെ ഫോളോ ചെയ്യുവാന്ന് അവള് പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് ഈ സത്യം ചെറിച്ച ഒരു കാര്യം, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വെറുതെ പറഞ്ഞ് തലക്കിട്ടേക്ക്. എടാ,
സത്യ ചെറിയച്ചൻ ഇല്ലാത്ത കാര്യം പറയുന്നത് എന്തിനാ? എനിക്ക് തോന്നുന്നത് സത്യ ചെറിയച്ചൻ കുടിച്ച് സംസാരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരെന്ത് പറഞ്ഞാലും വില കൊടുക്കാത്തത് നമ്മുടെ തെറ്റാണ്. അവർ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകുമല്ലോ. നമ്മൾ ഈ കാര്യത്തിൽ അല്പം ശ്രദ്ധ കാണിക്കുന്നത് നല്ലതാ. എന്റെ പൊന്ന് അശോക, നിനക്ക് മനസ്സിലാവില്ല പറഞ്ഞു കഴിഞ്ഞാ. നീ അല്ലെങ്കിൽ തന്നെ സീതയുടെ സെക്കൻഡ് വേർഷനാ. അവള് പേടിച്ചിരിക്കും, നീ ഇല്ലാത്ത മിസ്റ്ററി മുഴുവൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യും. എടാ ഡിറ്റക്റ്റീവ് അശോക, ഓൾറെഡി അവള് പേടിച്ചിരിക്കുക. പറ്റുമെങ്കിൽ കുറച്ച് ധൈര്യം കൊടുത്ത് അവിടെ പേടി ഇല്ലാതാക്കാൻ നോക്ക്. ഇല്ലാത്തൊക്കെ പറഞ്ഞു കൊടുത്ത് വെറുതെ പേടിപ്പിക്കാൻ നിൽക്കല്ലേ. അപേക്ഷിക്കാൻ ഞാൻ. ആയിക്കോട്ടെ, ഇനി നാളെ എന്താ പ്രോഗ്രാം അത് പറ. നാളെ സീതയുടെ ബർത്ത്ഡേ ആടാ. ചെറിയൊരു സെലിബ്രേഷനും കേക്ക് കട്ടിങ്ങും ഒക്കെ അത്രേ ഉള്ളൂ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, സിഹിയെ അഡോപ്റ്റ് ചെയ്യുന്ന പേപ്പറിൽ സൈൻ ചെയ്യണം. ലോയർ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ആകട്ടെടാ, എല്ലാം നന്നായി വരട്ടെ. നന്മയും തിന്മയൊക്കെ നമ്മുടെ ചുറ്റിനും ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നും കാണില്ല. ശ്രദ്ധിച്ചാൽ മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ. എന്താണ് നീ ഇങ്ങനൊക്കെ പറയുന്നേ? ഡിറ്റക്റ്റീവ് അശോകനല്ലടാ ഞാൻ. അപ്പൊ എന്റെ സംസാരവും അങ്ങനെയായിരിക്കും. ചെറിയൊരു വട്ട കേട്ടോ. ഡിറ്റക്റ്റീവ് അശോക് സാറേ, സമയം വൈകി, എനിക്ക് ഉറങ്ങണം കേട്ടോ. ഗുഡ് നൈറ്റ് എടാ. ശുഭരാത്രി. സീതയ്ക്കൊരു പേടി തോന്നുന്നുണ്ടെങ്കിൽ അതെന്തായാലും വെറുതെ ആവില്ല. സത്യ ചെറിയച്ചനും വെറുതെ പറയില്ല. സിഹിയെ ദത്തെടുക്കുന്ന കാര്യത്തിൽ ഈ വീട്ടിലെല്ലാവരും ഹാപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ ഒരു പ്രശ്നം ഉണ്ടാവാതിരുന്നാൽ മതി. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? എന്താ ചെയ്യുന്നേ? എന്റെ മോളിന്റെ ഫോണിൽ അലാറം വെച്ചിരുന്നു. കറക്റ്റ് 12 മണിക്ക് എഴുന്നേറ്റ് എന്നെ വിഷ് ചെയ്യാൻ വേണ്ടി. ഞാനത് ഓഫ് ചെയ്യായിരുന്നു. പാവം രാവിലെ എഴുന്നേറ്റ് വിഷ് ചെയ്താ പോരെ. അപ്പോ ഞാനോ? അതെല്ലാം വിട്. കഴിഞ്ഞ വർഷം നമ്മൾ 3 പേരും ഒരുമിച്ച് നിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. മറന്നോ നീ? അറ്റ്ലീസ്റ്റ് ആ മൊമെന്റ് ഒന്ന് ഓർത്ത് വെച്ചൂടെ? അതൊക്കെ എങ്ങനെയാ ഞാൻ മറക്കുന്നേ? എന്ത് രസമായിരുന്നല്ലേ. നമ്മൾ 3 പേര് മാത്രം ആഘോഷിക്കുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അങ്ങോട്ട് വരാറുണ്ടായിരുന്നല്ലോ ഞങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി. രസമായിരുന്നു. വേറെ ചിന്തയൊന്നും ഇല്ലാതെ സമാധാനമുള്ള ദിവസമായിരുന്നു. ഓഹോ, അപ്പൊ ഇപ്പൊ സമാധാനം ഇല്ലെന്നാ നീ പറയുന്നല്ലേ? അങ്ങനെയല്ല റാം ഞാൻ പറയുന്നത്. ആ ഓക്കെ, സാരമില്ല. ഇനിയിപ്പോ എല്ലാം ശരിയാവാൻ പോവല്ലേ. നാളെ നമ്മുടെ മോളെ പുതിയ രൂപത്തിൽ നമുക്ക് കിട്ടാൻ പോവാ. താങ്ക് യു സോ മച്ച് സീത, എന്റെ ലൈഫിലേക്ക് നീ വന്നതിന്, സിഹി എന്നൊരു മനോഹരമായ സമ്മാനം തന്നതിന്. ബർത്ത്ഡേ നിന്റെ ആയിരിക്കും, പക്ഷെ അതിനുള്ള ഗിഫ്റ്റ് കിട്ടാൻ പോകുന്ന എനിക്കാ. നാളെ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് നമുക്ക് ഫസ്റ്റ് ലോയറിന്റെ ഓഫീസിലേക്ക് പോവാം. എന്തു പറയുന്നു? ഇല്ല റാം, ആദ്യം സിഹിയെ അഡോപ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം. അത് കഴിഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ. ഇതെന്തിനാ സീത ഇങ്ങനെ സഡൻ ട്വിസ്റ്റ് ഒക്കെ? അല്ല, ഇത് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യണമെന്നല്ലേ നമ്മൾ തീരുമാനിച്ചൊക്കെ? എല്ലാം മറന്നുപോയോ നീ? പറഞ്ഞതിന് സാരമില്ല, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ആദ്യം നമ്മൾ ഈ കാര്യം ചെയ്യണം. നമ്മൾ പോയി വരുന്ന ഇടയ്ക്ക് ആരും നമ്മളെ ഒന്നും ചെയ്യരുത്. അങ്ങനെ വേണം നമ്മൾ ശ്രദ്ധിക്കാൻ. അത് കഴിഞ്ഞ് നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്താമല്ലോ. ഓക്കെ ബോസ്, ആസ് യു വിഷ്. എന്നാലും ഈ ലാസ്റ്റ് മൊമെന്റിൽ എന്തിനാ സ്ക്രീൻ പ്ലേ ചേഞ്ച് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. റാം, ഞാൻ എന്ത് പറഞ്ഞാലും അതിലൊരു കാരണം ഉണ്ടാവുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ആദ്യം ചെയ്യും. ബാക്കിയെല്ലാം അത് കഴിഞ്ഞു. ഇനി അഥവാ ഈ ആഘോഷം കഴിഞ്ഞ് നമുക്ക് സിഹി കിട്ടിയില്ലെങ്കിൽ സീത, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? ആരെയാ നീ പേടിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പന്ത്രണ്ട് മണിയായല്ലോ. സീത, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു റാം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്. ഞാൻ ശരിക്കും ഹാപ്പി ആവുന്നത് ഞാൻ എൻ്റെ മോളെ അഡോപ്റ്റ് ചെയ്ത്
ആ പേപ്പറിൽ സൈൻ ചെയ്യുമ്പോൾ എവറിത്തിങ് വിൽ ബി ഫൈൻ. വാവ്, സോ പ്രിറ്റി. ആഹാഹാ, ബേബി പ്രിൻസസിനെ പോലെ ഉണ്ടല്ലോ. താങ്ക് യു അച്ഛാ. സീതമ്മക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാ സന്തോഷാവുമല്ലേ? ഓഫ് കോഴ്സ്. എന്നാലും എന്തോ ഒരു മിസ്സിംഗ് ഉണ്ടല്ലോ. മിസ്സിങ്ങോ? എന്താ? അതെന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. സിഹി റെഡിയായോ? സിഹി സിഹി റെഡിയായോ? ഇവിടെ കാണുന്നില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ സീതമ്മ. ഹാപ്പി ബർത്ത്ഡേ To you. Happy birthday to you. May the good God bless you. Happy birthday to you. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സീതമ്മ, എങ്ങനെയുണ്ട് സർപ്രൈസ്? നീ എന്ത് സർപ്രൈസ് തന്നാലും അത് അടിപൊളിയായിരിക്കുമല്ലോ. എന്നാലേ നമുക്കൊരു സെൽഫി എടുത്താലോ? കഴിഞ്ഞ വർഷം എടുത്തതുപോലെ തന്നെ. ഓക്കെ, വാ. ക്യാമറ, ലൈറ്റ്സ്, ആക്ഷൻ. ഓക്കെ. എവിടെ കാണിക്കേ? അയ്യോ സീതമ്മ, ഹാ? പുതിയ മാല മറന്നുപോയല്ലോ. സോറി. ഇപ്പൊ കാണാൻ എങ്ങനെയുണ്ട് സീതമ്മ? സൂപ്പർ ആയിട്ടുണ്ട് മോളെ. ദേവലോകത്തുനിന്ന് വന്ന മാലാഖ കുട്ടിയെ പോലെയുണ്ട് നിന്നെ കാണാൻ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എന്തോ മിസ്സിംഗ്. ഈ മാല ഇട്ടപ്പോഴാ പെർഫെക്റ്റ് ആയത്. മൈ ഡോക്ടർ ഈസ് മൈ ലിറ്റിൽ ഏഞ്ചൽ. നീ 100 വർഷം ഹാപ്പി ആയിരിക്കണം മോളെ. നീ ഹാപ്പി ആണെങ്കിൽ ഞങ്ങള് ഹാപ്പി ആയിരിക്കും. ഞങ്ങളുടെ എല്ലാ സന്തോഷവും നിന്റെ കയ്യിലാ ഉള്ളെ. താങ്ക് യു സോ മച്ച് സീതമ്മ. അപ്പൊ എനിക്ക് അവന്റെ ഭാഗ്യം കൊണ്ട് ജസ്റ്റ് മിസ്സായി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അവനെങ്ങാനും ഇന്ന് എന്റെ കൈ കിട്ടിയാ അവന്റെ കഥ ഞാൻ തീർക്കും. അദ്ദേഹം പാരി അവനെന്ന് കൈ കിട്ടിയ കഥ ഞാൻ തീർക്കുമെന്ന്. ഏയ് എടാ, ഭാർഗവിയമ്മയായി വിളിച്ചോണ്ടിരിക്കുന്നത്. ഒച്ചപ്പാടം ഉണ്ടാക്കരുത്. നമസ്കാരം മാഡം. എവിടെ രുദ്രപ്രതാപ്? അവനെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? ബോസ് അങ്ങനെയൊന്നും ഫോൺ എടുക്കാറില്ല മാഡം. കാര്യം എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞോ? നീ ഇപ്പൊ ബോസ് എന്ന് പറഞ്ഞവനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെർമിഷൻ കൊടുത്ത പിന്നെ ആ ജോലി നടന്നിരിക്കണം. എവിടെ പോയി കിടക്കാൻ നിന്റെ ബോസ്? വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. ബോസ് ഞങ്ങളോടെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട് മാഡം. സീത ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞാൽ ഉടനെ ലോയറുടെ ഓഫീസിലേക്ക് പോകും. ആ കുഞ്ഞിനെ ദത്തെടുക്കുന്ന കാര്യം നടക്കാൻ പാടില്ല. അത്രയല്ലേ കാര്യമുള്ളൂ മാഡം. നിങ്ങൾ ഫോൺ ചെയ്ത് എസ് എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ജോലി തീർത്തിരിക്കണം. അത്രയല്ലേ ഉള്ളൂ മാഡം. ഞങ്ങൾ റെഡിയാണ്. ഞങ്ങളുടെ ബോസ് ഇതിനുള്ള ട്രെയിനിങ് എല്ലാം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹം കുറച്ച് ബിസി ആയതുകൊണ്ടാ
നിങ്ങൾ വിളിച്ചിട്ട് കിട്ടാത്തത്. കാര്യം വെക്കണ്ട, കുറച്ച് കഴിയുമ്പോഴേക്കും അദ്ദേഹം എത്തും. ഞാൻ ഏൽപ്പിച്ച കാര്യം നീറ്റായിട്ട് നടന്നില്ലെങ്കിൽ ഡോണ്ട് വറി മാഡം, നിങ്ങൾ പറഞ്ഞത് നടന്നിരിക്കും. സീതമ്മ, നിന്റെ ബർത്ത്ഡേക്ക് ഞാനൊരു ഗിഫ്റ്റ് ചോദിക്കട്ടെ? ചോദിക്കും മോളെ, എന്താ വേണ്ട നിനക്ക്? മോളെ, നിനക്കറിയില്ലേ നിന്റെ സീതമ്മ എത്ര പിശിക്കാണെന്ന്? നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ വാങ്ങിത്തരില്ലേ? അച്ഛാ, ഈ ഫോട്ടോയില് നിങ്ങൾ രണ്ടാളും അല്ലേ ഉള്ളൂ? അതില് ഞാനും കൂടെ വേണ്ടേ? മോളെ, അത് മേമ ഒരുപാട് ആഗ്രഹിച്ചവിടെ വെച്ചതാ. അത് കഴിഞ്ഞ് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചതാ, പക്ഷെ നടന്നില്ല. മോളെ, ഒന്നും ആലോചിക്കാനല്ല. എന്റെ മോളുടെ കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് കൊടുത്ത് ഞാനത് ചെയ്തിരിക്കും. പിങ്കി പ്രോമിസ് ബേബി. ഞാനും പിങ്കി പ്രോമിസ്. ഏയ് ഇല്ല, ഇല്ല, ഞാൻ ആദ്യം കൊടുത്ത ഞാനൊന്ന്. മോളെ, നീ ഫോട്ടോയിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ലൈഫ് എപ്പോഴും കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയി തോന്നും മോളെ. ഈ ഇൻകംപ്ലീറ്റ് ഫോട്ടോ വേണ്ട. നമ്മൾ 3 പേരും കല്യാണത്തിനെടുത്തില്ലേ, ആ ഫോട്ടോ വെച്ചാലോ നമുക്ക്? വേണ്ട സീതമ്മ, അത് കൊറേ പഴയതല്ലേ. നമുക്കൊരു പുതിയ ഫോട്ടോ എടുത്താലോ? പുതിയതോ? മോളെ, കണ്ടോ, സീതമ്മ എന്നോട് കണ്ണടച്ച് കാണിക്കാ വേണ്ട വേണ്ടെന്ന്. നമ്മുടെ രണ്ടുപേരുടെ ഫോട്ടോ മാത്രം മതിന്ന്. ബേബി, ലോയർ ഓഫീസിൽ നിന്ന് വരുമ്പോ പുതിയ ഫോട്ടോയും എടുത്തേക്കാം. അതുപോലെ വാ ബേബി. ഇല്ല മോളെ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. പറഞ്ഞു ബേബി. അശോക്, എല്ലാ ദിവസവും ഇങ്ങനെ ഡയറ്റ് എടുത്തെടുത്ത് എനിക്ക് ശരിക്കും മടുത്തു. കേക്ക് കണ്ടിട്ട് എനിക്ക് ശരിക്കും കൊതിയാവുന്നു. സീത, നീ ഇത് എവിടെയാ? ഒന്ന് വേഗം വന്ന് കേക്ക് കട്ടി. അനി, സീതയുടെ ബർത്ത്ഡേ ആയതുകൊണ്ടാ സീത വരുന്നത് വരെയെങ്കിലും ഇവള് കാത്തിരിക്കുന്നേ. എന്റെ ബർത്ത്ഡേ ആയിരുന്നെങ്കിൽ ഒരല്പം കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തം കഴിച്ചു തീർത്തേനെ ഇവള്. ഏയ്, ഇപ്പൊ നിനക്ക് മനസ്സിലായോ നീ നിന്റെ പ്രിയാൻഡി എത്ര നല്ല പ്ലെയർ ആണ്? ഹേ, എത്തിയല്ലോ. വെൽക്കം വെൽക്കം ബർത്ത്ഡേ ഗേൾ. ഹാപ്പി ബർത്ത്ഡേ സീതേ. നീ വീട്ടിലെ മരുമകള് മാത്രമല്ല, എന്റെ ഫ്രണ്ടും കൂടിയാ. എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കണം. താങ്ക് യു സോ മച്ച് മേമ. സീത, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ബസ്റ്റി. താങ്ക് യു സോ മച്ച് പ്രിയ. ഹാപ്പി ബർത്ത്ഡേ സീത. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. താങ്ക് യു. ഇത് നീ വരച്ചതാണോ? ഞാൻ വരച്ചതാ. സോ ക്യൂട്ട്. സീത, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ സീത. എല്ലാം നന്നായി വരട്ടെ. ക്രിക്കറ്റ് അങ്കിൾ ലോയർ ഓഫീസിൽ പോയി സൈൻ ചെയ്യാൻ മാത്രമാ ബാക്കി. ഇതിന്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇതൊക്കെ ആരോടാ മോളെ പറഞ്ഞത്? അറിയില്ല സീതമ്മ, ഫോണിൽ ആരോടോ സംസാരിക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു ചെറിയച്ച. ഏട്ടാ, ഏട്ടൻ ചേച്ചിയെ വിളിക്കേ, ഞാൻ അച്ഛനെ വിളിച്ചോണ്ട് വരാം. കേക്ക് കട്ട് ചെയ്യാലോ. മേമ, പ്ലാനിലൊരു ചെറിയ ചേഞ്ച് ഉണ്ട്. എന്താ പ്ലാനിൽ ചേഞ്ചസ് ഉണ്ടെന്നോ? എന്താ കാര്യം രാമ? ഞങ്ങളൊന്ന് പുറത്തു പോവാണ്. ചെറിയൊരു കാര്യമുണ്ട്. പ്ലീസ് ആർക്കും വിഷമം തോന്നരുത്. ആ ജോലി തീർത്തു വന്നിട്ട് സെലിബ്രേഷൻസ് നടത്താം. ചേച്ചി, കേക്ക് ഇപ്പൊ കട്ട് ചെയ്യുന്നില്ലേ?
ഇല്ല മോനെ, ആ ജോലി തീർത്തു കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ അശോക, റാം വരൂ. സിഹി ബാ. ബൈ. ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ബൈ പ്രീ. ശ്രദ്ധിച്ചു പോയിട്ട് വാ, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ബൈ ആനി. ഭാർഗു, ഭാർഗു, അവരൊക്കെ പോയല്ലോ ഭാർഗു. ആര്? അത് രാമ, സീത, സിഹി എല്ലാവരും ഇറങ്ങിയല്ലോ. മെയിൻ പ്ലേയേഴ്സ് അവരല്ലേ. അവരില്ലാതെ നീ എങ്ങനെ മാച്ച് നടത്തും? ഇത്ര വേഗം ഇറങ്ങിയോ? ഉം. കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നല്ലോ. ഓ, ഈ കേക്ക് കട്ടിംഗ് ഒക്കെ പിന്നെ ആകാന്ന് പറഞ്ഞിട്ടാ അവരിറങ്ങിപ്പോയത്. നല്ല തിരക്കായിരുന്നു സീതയ്ക്ക്. അത് ഇന്ന് നീ ദത്തെടുക്കുന്ന കാര്യം നടക്കില്ലെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ടൊന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടി വന്നതാ. ഇനി എന്താ ചെയ്യാ? ഡോണ്ട് വറി വിശ്വ, എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് ദത്തെടുക്കുന്ന ആ ചടങ്ങ് അല്ല, ഓൾറെഡി അവര് ലോയർ ഓഫീസിലേക്ക് പുറപ്പെട്ടു. ഇനി എന്തായിരിക്കും ഈ ഭാർഗുവിന്റെ സ്ട്രാറ്റജി? ഫോൺ തരാവോ? നീ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നേ? നമ്മളിപ്പോ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് പോവാ. നിങ്ങൾക്കോ നിങ്ങളുടെ ഫോണിനോ യാതൊരു ഡിസ്റ്റർബൻസോ ഉണ്ടാവാൻ പാടില്ല. ഇനി ഓഫീസിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും. അതുകൊണ്ടാ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നത്. അതുപോലെ എന്റെ ഫോൺ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കേ ബോസ്. അച്ഛാ, നമുക്ക് വേഗം പോയിട്ട് വേഗം വരാം. സീതമ്മക്ക് കേക്ക് കട്ട് ചെയ്യാനുള്ളതല്ലേ, അവിടെ അനി കാത്തിരിക്കുക. ഓക്കേ മോളെ, വേഗം പോയിട്ട് വേഗം തന്നെ തിരിച്ചു വരാട്ടാ. അതുപോലെ ആ